Hello friends, welcome to my channel. ഞാൻ ഇന്ന് ഒരു നേപ്പാളി സാലഡാണ് ഉണ്ടാക്കുന്നത്. ചുക്കാവുനി നോക്കാം എങ്ങനെയാണ്. आज हम बनाने जा रहे नेपाली सालड ചുക്കാവുനി. कैसे है दिखाएंगे. ഞാൻ അതിനു വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. 3 आलू लिया है, अच्छे से बॉईल करना है कुकर में डाल के. കുക്കറിനകത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് കുക്കർ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞു. पानी अच्छे से बॉईल हो गया, इसमें डाल के अच्छे से बॉईल करना है. 2 कप कट्टा तैर ഞാൻ എടുത്തിട്ടുണ്ട്. 2 कप दही लिया है, एकदम मोटा वाला दही है. ഒട്ടും പുളി ഇല്ലാത്ത തൈരാണ്. ഇതാണ് നമുക്ക് ആവശ്യം. इसमें बिल्कुल कट्टा नहीं होना चाहिए. अच्छे से बीट करना है. നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. अच्छे से बीट करेंगे. इसमें पानी बिल्कुल नहीं डालना है. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്. ഞാൻ തൈര് നല്ലതായിട്ട് സ്മൂത്തായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. अच्छा से स्मूथ होके बीट करके रखा है. अभी इसमें डाल रहे चाट मसाला. चाट मसाला हाफ टी स्पून. चाट मसाला हाफ टी स्पूൺ. അല്ലെങ്കിൽ ഇതിനകത്ത് ആംചൂർ ഇട്ടാലും മതി. नहीं होने से आमचूर हाफ टी स्पून डालने से भी हो जाएगा. കാശ്മീരി ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കറുത്ത ഉപ്പാണ് ഒരു 1/4 ടീസ്പൂൺ. കാല നമക് 1/4 ടീസ്പൂൺ. ജീര പൗഡർ ഹാഫ് ടീസ്പൂൺ. ജീരപ്പൊടി ഹാഫ് ടീസ്പൂൺ. സാധാരണ വെളുത്ത ഉപ്പ് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ സോൾട്ട്. അച്ചത്തെ മിലായി നല്ലതായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. 2 സവോള എടുത്തിട്ടുണ്ട്. പ്യാസ് വ്യാഹെ അത് കാട്ടണം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. बीच में काट दीजिएगा. ഇങ്ങനെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ऐसे काट दीजिए. पतला पतला काट दीजिएगा. കട്ടി കുറഞ്ഞ് നമുക്കിത് അരിഞ്ഞെടുക്കാം. നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. प्याज अच्छे से काट के रखा है. देखिए अच्छे से स्क्वाश कर दीजिए. നല്ലതായിട്ട് പെറ്റൽസ് എല്ലാം അടത്തി എടുത്ത് നമുക്കെടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ദഹി में डालेंगे. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയുടെ ഇലയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. धनिया पत्ता छोटा काट के रखा है, वो भी इसमें डाल अच्छे से मिलाएंगे. നല്ലതായിട്ട് അത് മിക്സ് ചെയ്ത് വെക്കാം. ഉള്ളിയും മല്ലിയിലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. प्याज और धनिया पत्ता डाल के अच्छे से मिला के रखा है. अभी बंद करके थोड़ा हटा के रखें. നമുക്ക് കുറച്ച് ഇത് മാറ്റി വെക്കാം. आलू बॉईल ചെയ്ത് വെച്ചത് തൊലി എല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. आलू बॉईल किया, इसका छिलका निकाल दिया है. अच्छे से ठंडा हो गया. अभी कटिंग करना है. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. 2 പീസ് कर दिया है. अभी स्लाइस करना है. കട്ടി കുറയ്ക്കണ്ട. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ऐसे कटिंग करना है. ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. आलू कटिंग करके रखा है. देखिए ऐसे कटिंग करना है. अच्छे से ठंडा होने के बाद खाली कटिंग करना है. भी आलू इसमें डालेंगे. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കയ്യിനകത്തോട്ട് ഉരുളക്കിഴങ്ങില്ല. अच्छे से मिला दीजिए. നല്ലതായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. आलू अच्छे से मिक्स करके रखा है. अभी बंद करके रखेंगे. ഇത് നല്ലതായിട്ട് നടത്തി മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് കടുക് വറക്കണം. ഇതിന് കടുക് വറക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇത് കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള എണ്ണ വെച്ച് നമുക്കുണ്ടാക്കാം. സർസൂ तेल से बना रहे 2 ടേബിൾ സ്പൂൺ സർസൂ तेल डाल दे. 2 ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് ചൂടാകട്ടെ. अच्छे से गरम होने दीजिएगा. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. तेल गरम हो गया, सरसों डाल दे. मेथी, ഉലുവ 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ मेथी. जीरा हाफ ടീസ്പൂൺ. ജീരകം हाफ ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. लाल मिर्ची, ഉണക്കമുളക്, करियापत्ता, अदरक एकदम थोड़ा सा लिया है. ये ऑप्शनल है. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഉള്ളി प्याज लिया है, वो भी डालेंगे. अच्छे से फ्राई करना है. 2 हरी मिर्ची, 2 പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ടതെല്ലാം നന്നായിട്ട് വറന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് അभी ഫ്രൈ हो रहे अभी डाल रहे हल्दी पाउडर 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം.
ഫ്രൈ ആകട്ടെ. ഫ്രൈ ആയി കഴിയുമ്പോൾ കസൂരി മേത്തിയാണ് ഇടുന്നത്. മൂവി ഫ്രൈ ആണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ. ഫ്ലെയിം ഓഫ് करना है. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കടുക് വറുത്തതെല്ലാം റെഡി ആയി കഴിഞ്ഞു. तड़का रेडी हो गया. इसमें डालना है. സാലഡിനകത്തോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. സാലഡ് में डालना है. വറുത്ത ഇട്ടിട്ട് तड़का बना के इसमें अच्छे से मिलाना है. നമ്മൾ കടുക് വറുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ഫ്ലേവറെല്ലാം എല്ലായിടത്തും വരണം. इसका फ्लेवर पूरा सब तरफ होना चाहिए. इसलिए अच्छे से मिला दीजिए. നമ്മുടെ വളരെ ടേസ്റ്റിയായ നേപ്പാളി സാലഡ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ്. सब लोग थोड़ा ट्राई करके देखिएगा. ये सालन सबको पसंद हो जाएगा. रोटी और राइस का साथ बढ़िया टेस्ट आ जाएगा. जल्दी भी हो जाएगा. सब लोग पसंद करेगा. വേനൽ കാലത്തെ നല്ലൊരു സൈഡ് ഡിഷാണ്. നമ്മുടെ വയറെല്ലാം നല്ലതായിട്ട് തണുപ്പിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. स्पेशली ये समर के लिए बहुत बढ़िया एक साइड डिश है. सब लोग पसंद करेगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.